അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്ത് ഓടിപ്പോരുത്. കാരണം ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഓരോ വൈറ്റമിൻസിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈറ്റമിൻ ഡിനെ കുറിച്ചാണ്. വൈറ്റമിൻ ഡിയും കാൽഷ്യത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഒരുപാട് പേര് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ വൈറ്റമിൻ ഡി എടുക്കാത്ത ആൾക്കാരുണ്ട്, വൈറ്റമിൻ ഡി എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, അത് എന്തിനാണ്, അത് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഓരോന്ന് 1 by 1 ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ആൽസിഫറോൾ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ റോൾ എന്താ നമ്മുടെ ബോഡിയിൽ, മനുഷ്യ ബോഡിയിൽ വൈറ്റമിൻ ഡി എന്തിനാ? ആദ്യം ഇത് പറയാം. വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിസ്റ്റംസ് അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ ഇൻറ്റുഗ്മെന്റ് സ്കിന്നുമായി ബന്ധമുള്ള സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ സിസ്റ്റം ഉണ്ട്, ഓർത്തോ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ട്, അതുപോലെ മുടി വളരാനുള്ള അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ എല്ലാ സിസ്റ്റവും വളരെ ഡെവലപ്പ് ആക്കാനും ഇന്റർ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ബിക്കോസ് ഇതിനൊക്കെ ആര് വേണം? കാൽഷ്യം വേണം. അപ്പൊ കാൽഷ്യത്തിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിയാൽ മതി നമ്മൾ. അപ്പൊ നമ്മൾ ഒരുപാട് കാൽഷ്യം ഇങ്ങനെ കഴിക്കുന്നു. ഈ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ ഡി വേണം. ഫോസ്ഫറസ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? ഈ വൈറ്റമിൻ ഡി വേണം. അപ്പൊ വൈറ്റമിൻ ഡി ഇതൊക്കെ അബ്സോർബ് ചെയ്യാനും ആ കാൽഷ്യം കൊണ്ടും ഫോസ്ഫറസ് കൊണ്ടും നമ്മുടെ ബോഡിക്ക് ഉണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ രക്തം കട്ട പിടിക്കാൻ, എല്ലിന്റെ ബലം, പല്ലിന്റെ സ്ട്രെങ്ത്, ഓക്കെ, അതുപോലെ തന്നെ മസിൽ കോൺട്രാക്ഷൻ, മസിൽസിന്റെ സ്ട്രെങ്ത്, ഓക്കെ, മുടിയുടെ ആരോഗ്യം, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയി വേണ്ട സാധനമാണ് വൈറ്റമിൻ ഡി. നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അല്ലെ, പ്രസവം കഴിഞ്ഞ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറയാറുണ്ട് നന്നായിട്ട് വൈറ്റമിൻ ഡി വേണം, അതുകൊണ്ട് അവർക്ക് ജനിച്ച ഉടനെ തന്നെ 2 വർഷത്തോളം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതനുസരിച്ച് അവരുടെ പല്ലും അതുപോലെ തന്നെ അവരുടെ ബോൺസും ഒക്കെ സ്ട്രെങ്ത് ആയി വരികയും ചെയ്യും. ചില കുട്ടികളെ കാണാം ചെറുപ്പത്തിൽ തന്നെ പല്ലൊക്കെ പൊയ്പ്പല്ല് പോലെ അങ്ങനെ പൊടിഞ്ഞു പോകുന്നത്. അത് വൈറ്റമിൻ ഡിന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പൊഴിയുന്നതാണ് അല്ലെങ്കിൽ മിഠായി കഴിച്ചിട്ടെന്നൊക്കെ പറയും. അതൊന്നല്ല, വൈറ്റമിൻ ഡി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടിക്ക് ചെറുപ്പത്തിലുള്ള റിക്കറ്റ്സ് എന്ന അസുഖം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. വലിയവർക്ക് ഉണ്ടാകുന്ന ഓസ്റ്റിയോമലേഷ്യ, അതുപോലെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. മസിൽ കൺട്രാക്ഷൻ നടക്കാതിരിക്കുക, മസിൽ ഇടയ്ക്ക് സ്പാസം ആവുക, അല്ലെങ്കിൽ പിടിച്ചു പോകുക, മസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക, അതുപോലെ മസിൽ വേദന വരിക, കാലും കൈയും കുഴഞ്ഞു പോവുക, അതൊക്കെ എന്താണ്? ഈ മസിലിന്റെ വിഷയം തന്നെയാണ്. അപ്പൊ അതൊക്കെ കാൽഷ്യത്തിന്റെയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെയോ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വാർദ്ധക്യത്തിലുണ്ട്. ചെറുപ്പത്തിൽ നമുക്കറിയാം, ചെറുപ്പകാലത്ത് നമ്മൾ എന്ത് ചെയ്യും? മുട്ടയും പാലൊക്കെ നന്നായി കഴിച്ച് നല്ല കാൽഷ്യം കിട്ടും. പക്ഷെ വലുതാകുന്നതനുസരിച്ച് നമ്മൾ ഒരു 35-36 പ്രായം കഴിയുമ്പോൾ പിന്നെ മുട്ടയും പാലും കഴിക്കാതാവുമ്പോൾ കാൽഷ്യം കിട്ടുന്നില്ല. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പിന്നെയും അവർ ഗർഭ സമയത്ത് ഡോക്ടർമാർ വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ ഒക്കെ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, അവർക്ക് കുറച്ചും കിട്ടും. പക്ഷെ ആണുങ്ങൾക്ക് അത് തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്, പ്രായമനുസരിച്ച് എടുക്കുന്നില്ല. അത് എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ റോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഈ വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുക? സോഴ്സ്. വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിൽ ഒരു 20 മിനിറ്റ് ഒരു ദിവസം തട്ടിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യും. കാരണം 7-ഡി-ഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കെമിക്കൽ കാരണം നമ്മൾ വൈറ്റമിൻ ഡി എന്തായാലും ബോഡി സിന്തസൈസ് ചെയ്യും. പക്ഷെ ചില ആൾക്കാർക്ക് സംശയമുണ്ട്, ഏത് വെയിലാണ് കൊള്ളേണ്ടത്? രാവിലത്തെ ആണോ വൈകുന്നേരത്തെ വെയിലാണോ കൊള്ളേണ്ടത്? നമ്മൾ ഇളം ചൂടുള്ള വെയിൽ എന്ന് പറയാറുണ്ട്, പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് രാവിലത്തോ അല്ല വൈകിട്ടത്തോ അല്ല, ഉച്ചകത്തെ വെയിൽ തന്നെയാണ്. പക്ഷെ ഉച്ചകത്തെ വെയിലിന് പ്രത്യേകം നല്ല ചൂടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് സ്കിന്നിന് വ്രിങ്കിൾഡോ അല്ലെങ്കിൽ നമ്മൾ പറയും പോലെ കരുവാളിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ പറയാണ് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എടുക്കാമെന്ന്. അതുപോലെ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. പല ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാൽഷ്യം അടങ്ങിയ ഫുഡ് മതി. മീൻ, നല്ല വലിയ മീനുകൾ, മുട്ട അല്ലെങ്കിൽ എഗ് യോക്ക്, അതുപോലെ തന്നെ നമ്മൾ സീ ഫുഡ്സ്, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസിൽ കുറച്ച് പേരുണ്ട്. അപ്പൊ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ചെറുനാരങ്ങ, ഓറഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ സീരിയൽസ്, നട്ട്സ്, ഇതൊക്കെ അത്യാവശ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫുഡിന്റെ കൂടെ സപ്ലിമെന്ററി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ നട്ട്സ് ഒക്കെ എടുത്തിട്ട് കഴിക്കുക, അതന്നെ. അതൊക്കെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ. അല്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? ടാബ്ലറ്റ് എടുക്കാം. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഒരു ലെവൽ നോക്കുക രക്തത്തിൽ. വൈറ്റമിൻ ഡിയുടെ കാൽഷ്യം ഏകദേശം വേണ്ടത് 9 to 11 mg/100 ml ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അനുസരിച്ച് കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതല്ല വൈറ്റമിൻ ഡിയുടെ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഒരു 70-72 റേഞ്ചിൽ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അതും എടുക്കണം. അപ്പൊ അങ്ങനെ എടുത്ത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യമാകുമ്പോഴും വയസ്സാകുന്നതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം? വേദനയൊക്കെ കുറച്ചു നല്ല സ്ട്രെങ്ത് ആയ ബോൺസും ടീത്തൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാം, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ ഇതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും? വൈറ്റമിൻ കുറഞ്ഞാൽ എന്താ വിഷയം? വൈറ്റമിൻസിന്റെ ഡി, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാകുന്ന, കാൽഷ്യം കുറഞ്ഞാലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം.
ഫസ്റ്റ് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവില്ല. മസിൽ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കും, മസിൽ വേദനിച്ചുകൊണ്ടിരിക്കും, ജോയിന്റിൽ വേദന വരും, പെട്ടെന്ന് പല്ലൊക്കെ പൊട്ടാൻ ചാൻസ് കൂടും. ഓക്കെ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസി എന്ന് പറയാൻ പറ്റുള്ളൂ. അസുഖങ്ങൾ പറയുന്നത് റിക്കറ്റ്സ്, ഓസ്റ്റിയോപൊറോസിയ, ഓസ്റ്റിയോമലേഷ്യ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, പിന്നെ ടെറ്റനി, മസിൽ കോൺട്രാക്ഷൻ നടക്കുക, അങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഡെഫിഷ്യൻസി. ഇനി നമ്മൾ വൈറ്റമിൻ ഡി ഓവറായിട്ട് എടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതാണ്. ഓവറായിട്ട് എടുക്കാൻ കഴിയില്ല, റെയർ കേസാണ്. നമ്മൾ അത്യാവശ്യം നമ്മൾ എല്ലാവരും ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ആൾ എടുത്തു കഴിഞ്ഞാൽ 8 പേർക്കും ഈ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഏത് ഡോക്ടറെ കാണിക്കാൻ പോയാലും അപ്പൊ ഒരു കാൽഷ്യത്തിന്റെ കുറവാന്ന് പറയും. കാരണം ഇപ്പോഴത്തെ ആളുകൾക്ക് കാൽഷ്യം കിട്ടുന്നില്ല, അങ്ങനത്തെ ഫുഡ് അവർ കഴിക്കുന്നില്ല, സപ്ലിമെന്റ് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ വൈറ്റമിൻ ഡി നമുക്ക് എടുക്കുന്നത് നല്ലതാണ്. ഓവറാനുള്ള ചാൻസ് കുറവാണ്, റെയർ ആണ്. എന്നാലും ടോക്സിസിറ്റി, രക്തത്തിൽ ഈ കാൽഷ്യം വൈറ്റമിൻ ഡി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയൊരു പ്രശ്നമുള്ള കേസല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഈ വൈറ്റമിൻ ഡി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ വൈറ്റമിൻ ഡി നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, കാൽഷ്യം അതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നൊക്കെ ചിന്തിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ കാൽഷ്യവും അടങ്ങിയ, ഫോസ്ഫറസും അടങ്ങിയ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ മഗ്നീഷ്യം, അപ്പൊ നമുക്കറിയാം പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ മഗ്നീഷ്യം ഉണ്ട്. ഈ മഗ്നീഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുതൽ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾക്കൊന്ന് ഉൾപ്പെടുത്തി നല്ല ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യം ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, സപ്ലിമെന്ററി കൃത്യമായിട്ട് എടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. ഈ വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡിയിൽ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സിസ്റ്റത്തെയും കോർഡിനേറ്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി നിർബന്ധമാണ്. അതുപോലെ പല്ല്, മസിൽ കോൺട്രാക്ഷൻ, ഇതിനൊക്കെ വൈറ്റമിൻ ഡി നിർബന്ധമാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ വൈറ്റമിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡെയിലി വൈറ്റമിൻ ഡി, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കാൽഷ്യത്തിന്റെ രൂപത്തിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് സപ്ലിമെന്ററി അവൈലബിൾ ആണ്. അത് ഡെയിലി എടുക്കുന്ന രൂപത്തിൽ മോർണിംഗിൽ നമുക്ക് എടുക്കാം. 1 month ഒക്കെ എടുത്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീക്കിലി എടുക്കുന്ന 60K ടാബ്ലറ്റ് ഉണ്ട്, അതെടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രായമാവുന്ന ആളുകൾ അതിനനുസരിച്ച് എടുക്കണം. കാരണം പ്രായമാകുമ്പോൾ നമ്മൾ കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കുറവായിരിക്കും കഴിക്കുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, ഈ സപ്ലിമെന്റ് എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വൈറ്റമിൻ ഇയുമായിട്ട് വരാം. താങ്ക് യു.